വസന്തകാലം തുടങ്ങുമ്പോൾ തന്നെ വിരിയുന്ന ആദ്യകാല പൂക്കളിലൊന്നാണ് ഈ ക്രോക്കസ് പൂവ്. പ്രകൃതിയുടെ ഒരു ചെറിയ അത്ഭുതമെന്ന് തന്നെ പറയാം. ഇത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ നിറവും സൗന്ദര്യവും നമ്മെ ആകർഷിക്കും. സാധാരണയായി വയലറ്റ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലാണ് ഈ പൂക്കൾ കാണുന്നത്. ഇതിന്റെ മധ്യത്തിൽ മഞ്ഞ നിറത്തിലുള്ള ഭാഗം വളരെ മനോഹരമായി കാണാം. പുല്ലുപോലെ തോന്നുന്ന നീളമുള്ള ഇലകളും ഇതിന്റെ പ്രത്യേകതയാണ്. ക്രോക്കസ് എന്ന സസ്യജനസിൽപ്പെടുന്ന ഒരു പൂവാണ്. തണുപ്പ് കാലം കഴിഞ്ഞ് വസന്തകാലം തുടങ്ങുമ്പോൾ ഭൂമിയിൽ നിന്നും ചെറിയ ബൾബുകളിൽ നിന്ന് ഇവ വളർന്നു പൂക്കും. ഇതേ കുടുംബത്തിൽപ്പെടുന്ന മറ്റൊരു ഇനമാണ് ക്രോക്കസ് സാറ്റിവസ്. ഈ ഇനത്തിൽ നിന്നാണ് ലോകപ്രശസ്തമായ കുങ്കുമപ്പൂ അഥവാ സാഫ്രൺ ലഭിക്കുന്നത്. ഞാൻ ഈ വീഡിയോയ്ക്ക് കുങ്കുമപ്പൂ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിന് കാരണം ഇത് ക്രോക്കസ് കുടുംബത്തിലെ പൂവായതിനാലാണ്. നമ്മൾ അറിയുന്ന പോലെ വീട്ടുപൂച്ചയും സിംഹവും ഒരേ ലിയോ കുടുംബത്തിൽപ്പെട്ടവയാണ്. പക്ഷേ രണ്ടും ഒരുപോലെയല്ല. അതുപോലെ തന്നെ എല്ലാ ക്രോക്കസ് പൂക്കളും കുങ്കുമപ്പൂ നൽകുന്നുമില്ല. സ്കൂൾ കാലത്ത് നമ്മൾ ഇംഗ്ലീഷ് പാഠഭാഗത്തിൽ വില്യം വേർഡ്സ്വർത്തിന്റെ ഡാഫോഡിൽസ് എന്ന കവിത പഠിച്ചിരുന്നു. അന്ന് പുസ്തകത്തിലെ ഈ ഡാഫോഡിൽസ് പൂക്കൾ നേരിട്ട് കാണണം എന്നൊരു ചെറിയ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പ്രകൃതിയിൽ ഈ മനോഹരമായ പൂക്കൾ കാണുമ്പോൾ സ്കൂൾ കാലത്തെ ആ കവിതയും ഓർമ്മകളും എല്ലാം വീണ്ടും മനസ്സിലോടി വരുന്നു. ഈ ഡാഫോഡിൽ പൂക്കളുടെ സൗന്ദര്യം പോലെ ഈ ഉള്ളടക്കം ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും നൽകി കൂടെ നിൽക്കണേ.